ഹേ ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ആ ചാനൽ. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ ഞാൻ എണീറ്റപ്പോൾ 6:30 ആണ് കേട്ടോ സമയം. ആ സമയത്ത് നല്ലൊരു മഴ പെയ്തു. ഒരു 10-15 മിനിറ്റേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ആ മഴ. രാവിലെ തന്നെ മുറ്റടിച്ച് ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ് ഞാൻ എണീറ്റത്. മഴ പെയ്തത് കൊണ്ട് അത് കുറച്ച് ഡിലേ ആയിപ്പോയി. പിന്നെ ഒരു 8:15 ആകുമ്പോഴത്തേക്ക് എന്താ പറയല്ലേ നല്ലൊരു വെയിൽ വന്ന് അത് ഉണങ്ങി കിട്ടും. ഇപ്പോൾ മഴ കഴിഞ്ഞ പാടെ മുറ്റടിച്ച് വാരാൻ നല്ല എളുപ്പമാണ്, നല്ലൊരു സുഖമാണ്. പിന്നെ ഞാൻ വേസ്റ്റ് ഒന്നും കത്തിക്കാൻ പോയില്ല കേട്ടോ. വേസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് മറ്റേ ഇലകളോ അതൊക്കെ ഒന്നും കത്തിക്കാൻ പോയില്ല, അത് ഉണങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ഞാനതങ്ങനെ വാരിയിട്ട് അതിൽ കൊണ്ടുപോയി ഇട്ടതാണ്. അങ്ങനെ ഞാൻ അകത്തേക്ക് കയറി. അപ്പം പുറത്തത്തെ പണിയൊക്കെ കഴിഞ്ഞിട്ട് അകത്തേക്ക് കയറി. അപ്പോൾ കയറുമ്പോൾ ഞാൻ കറിവേപ്പില പൊട്ടിച്ചെടുത്തു. അപ്പം ഞാൻ കറിവേപ്പില തഴച്ച് വളരാൻ വേണ്ടിയിട്ട് ചെയ്തൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം. എന്തെന്ന് വെച്ചാൽ കൂടെ കറിവേപ്പിലേൻ്റെ ചെടിയിൽ തൊടാതിരിക്കുക. നമ്മൾ തണ്ടോടുകൂടി ഇങ്ങനെ പൊട്ടിച്ചെടുക്കുക കേട്ടോ. ഇങ്ങനെ നമ്മൾ ഇലകൾ അടർത്തിയെടുക്കാതെ തണ്ടോടുകൂടി പൊട്ടിച്ചെടുക്കുക. ഒരാഴ്ച വരെയുള്ള കറിവേപ്പില ഡബയിൽ സൂക്ഷിച്ചു വെച്ചാൽ പിന്നെ നമ്മൾ കൂടെ തൊടേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ ദിവസം ഇങ്ങനെ പൊട്ടിച്ചെടുക്കുമ്പോൾ ലീഫ് വൈസ് പൊട്ടിച്ചെടുക്കുമ്പോൾ കൂടുതലായിട്ട് ഇപ്പം നമ്മൾ ഇലകൾ പറിച്ചെടുക്കുമ്പോൾ കറിവേപ്പിലേൻ്റെ ചെടി വളരില്ല. പിന്നെ ഇങ്ങനെ വേണം പൊട്ടിച്ചെടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ ബ്രാഞ്ചസ് വളരും. ഇങ്ങനെ ചില്ലൊക്കെ വളർന്ന് പെട്ടെന്ന് ഹൈറ്റ് ആയിട്ട് കിട്ടും. പിന്നെ അതിന് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ പിന്നെ മീൻ കഴുകിയ വെള്ളം, ചിക്കൻ കഴുകിയ വെള്ളം, ഇത് രണ്ടും ഡൈല്യൂട്ട് ആക്കിയിട്ട്, അതായത് അങ്ങനെ തന്നെ ഒഴിച്ചാൽ ഉറുമ്പ് കേട്ടോ. അപ്പോൾ അത് ഡൈല്യൂട്ട് ആക്കിയിട്ട് അതിൽ ഒഴിച്ചു കൊടുക്കാം. ഡൈല്യൂട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം ഇങ്ങനെ നമ്മൾ ചിക്കൻ കഴുകിയ വെള്ളം 1 ലിറ്റർ 2 ലിറ്റർ അല്ലേ ഉണ്ടാവും, അതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതുകൊണ്ട് കറിവേപ്പിലേൻ്റെ ചോട്ടിൽ ഒഴിച്ചു കൊടുത്താൽ നന്നായിട്ട് വളരും. മീൻ വെള്ളത്തിനേക്കാളും കൂടുതൽ ചിക്കൻ്റെ കഴുകിയ വെള്ളമാണ് കേട്ടോ നല്ലത്, പെട്ടെന്ന് വളർന്നു കിട്ടും. പിന്നെ ഇതൊക്കെയാണ് കറിവേപ്പിലേൻ്റെ ചെടി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം. 1-2 വർഷം കണ്ടിന്യൂ ആയിട്ട് നല്ല പോലെ ശ്രദ്ധിച്ചാൽ, ഇത് ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ പിന്നെ അത് തനിയെ വളർന്നോളൂ കേട്ടോ. വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താലും മതി. അങ്ങനെ ആ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിച്ചനൊഴികെ ബാക്കിയെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചതാണ്. ക്ലീൻ ചെയ്യാന്ന് വെച്ചാൽ അടിക്കൽ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലാണ്. അപ്പോൾ ഉഴുന്നുവടയാണ് കേട്ടോ ഞാൻ അന്ന് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം 1-2 മണിക്കൂർ മാത്രം കുതിർത്ത് വെക്കുക. രാവിലെ എണീറ്റതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചാൽ 2 മണിക്കൂറിൻ്റെ ഉള്ളിൽ നമുക്ക് കുതിർന്ന് കിട്ടും. 1 കപ്പ് ഉഴുന്നിന് 1/4 കപ്പ് പച്ചരി എന്ന വിധം ആഡ് ചെയ്യുക. 2 മണിക്കൂറിൽ കൂടുതൽ കുതിർത്ത് വെക്കാതിരിക്കുക. എന്നിട്ട് അരച്ചെടുക്കുക. നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഇഡ്ഡലി മാവൊക്കെ ഇങ്ങനെ അടിക്കൂലേ, അതുപോലെ അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ആഡ് ചെയ്ത് കൊടുക്കണ്ട. എന്നിട്ട് നമ്മൾ ഉള്ളി, കുരുമുളക്, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് തണുത്ത വെള്ളം എടുക്കും. എന്നിട്ട് കൈവെള്ളയിൽ വെച്ച് പരത്തി അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എണ്ണയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മൾ അരക്കുമ്പോൾ നല്ല ആയിട്ട് അരക്കാൻ പാടില്ല, നല്ലോണം ഡൈല്യൂട്ടായിട്ടും അരക്കാൻ പാടില്ല. തണുത്ത വെള്ളത്തിൽ നമുക്ക് കൈവെള്ളയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളമാക്കിയിട്ട് ഇട്ട് കഴിഞ്ഞാൽ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട കിട്ടും. തിക്കായി കഴിഞ്ഞാൽ ഒരു ഹാർഡായിട്ടുള്ള ഉഴുന്നുവടയായിരിക്കും നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ അത് ശ്രദ്ധിക്കാം. അങ്ങനെ അരി ഞാൻ വേവിക്കാനിട്ടു. എന്തെന്ന് വെച്ചാൽ ചായ കുടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ കിച്ചണൊഴികെ ബാക്കിയെല്ലാം തുടച്ച് ക്ലീൻ ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മൾ ഉച്ചക്കത്തേക്കുള്ള കറികൾ ഉണ്ടാക്കലാണ്. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച മാമ്പഴ പുളിശ്ശേരി. അത് ഈസിയാണ് കേട്ടോ. പഴുത്ത മാങ്ങ വേണം. ഇപ്പം ഞാൻ 4 ആളുണ്ടായതുകൊണ്ട് 4 മാങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് 1 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1/4 കപ്പ് തേങ്ങ എടുക്കുന്നുണ്ടെങ്കിൽ 1/4 കപ്പ് തൈര് എടുക്കുക. അത് തൈര് നന്നായിട്ട് ഉടച്ചിട്ട് അവിടെ വെക്കുക കേട്ടോ. പിന്നെ അരച്ചെടുക്കേണ്ട എങ്ങനെയാ വെച്ചാൽ 1/4 കപ്പിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ ഒരു 5-6 വെളുത്തുള്ളി, പിന്നെ എൻ്റെ അടുത്ത് ചെറിയ ഉള്ളി ഉണ്ടായിട്ടില്ല, അതുകൊണ്ട് ഞാൻ മതി കേട്ടോ. സവാള ഒരു 1/4 പകുതിയും കൂടിയില്ല, കുറച്ച് ഇട്ടിട്ട് അരച്ചെടുത്തതാണ്. അതാണ് കേട്ടോ അതിൻ്റെ കൂട്ട്. അങ്ങനെ നമ്മൾ മാങ്ങ വേവിക്കാനിടാം. മഞ്ഞൾപ്പൊടി 4-5 പച്ചമുളക് നിങ്ങൾ എരിവാൻ അനുസരിച്ചിട്ട് മുറിച്ചിട്ട് അതിലിടുക. നന്നായിട്ട് വേവിച്ചെടുക്കുക. അതിൽ നമ്മളിപ്പോൾ 1 കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വേവിച്ചതിന് ശേഷം 5-6 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അതാവും. നല്ല പഴുത്ത മാങ്ങ അല്ലേ, കുറേ വെന്ത് കഴിഞ്ഞാൽ പിന്നെ കലങ്ങി. അത്യാവശ്യം 7-8 മിനിറ്റ് വേവിക്കുക. ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ തേങ്ങയുടെ അരപ്പ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതും നന്നായിട്ട് തിളച്ച് വരിക. തീ ഓഫ് ചെയ്യുക. എന്നിട്ട് തൈര് ബീറ്റ് ചെയ്യുക. തീ ഓഫ് ചെയ്തിട്ട് 2 മിനിറ്റ് കഴിഞ്ഞ ശേഷം അത് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ കടുകിന് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇട്ടിട്ടുള്ളത് വെളിച്ചെണ്ണ, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ 1/4 ടീസ്പൂൺ കടുക്, 2 വറ്റൽമുളക്, പിന്നെ കുറച്ച് സവാള. മെയിനായിട്ട് ചെറിയ ഉള്ളിയാണ് വേണ്ടത്. എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ സവാള ആഡ് ചെയ്ത് പിന്നെ കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട്
നമ്മുടെ മാമ്പഴ പുളിശ്ശേരിയിൽ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഫുഡ് കഴിക്കാൻ നേരത്ത് നമ്മൾ ഈ കടുക് പൊട്ടിച്ചത് ഒന്ന് കറിയിലായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. ഈ പുളിശ്ശേരിയിൽ ഒന്ന് മിക്സ് ചെയ്യേണ്ടത് അപ്പോഴാണ്. പിന്നെ ചക്ക, മാങ്ങ ഇതൊക്കെ ഇയർലി വൺസ് കിട്ടുന്നതാണ്. അപ്പം നമ്മൾ അത് വെച്ചിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കി കഴിക്കാൻ ശ്രദ്ധിക്കാം. ഇനിയിപ്പം ഇതിന് ഞാൻ സൈഡ് ഡിഷായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ വെച്ചിട്ടുള്ള ഒരു ഫ്രൈ ആണ്. അപ്പോൾ ചെമ്മീൻ ഓൾറെഡി ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചതാണ്. 1/2 കിലോ ചെമ്മീനാണ് കേട്ടോ അതുള്ളത്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക്, ഉപ്പ് ആവശ്യത്തിന്, പിന്നെ 1 ടേബിൾ സ്പൂണോളം വിനാഗിരിയും ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്തു കേട്ടോ അത്. പിന്നെ പാരഗൺ സ്റ്റൈൽ ചെമ്മീൻ ഫ്രൈ ആണിത്. അപ്പോൾ അതിൻ്റെ ഒരു സീക്രട്ട് ഏജൻറ് ഉണ്ട്. അത് ഏതാണെന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂണോളം തേങ്ങ, 2-3 വറ്റൽമുളക്, പിന്നെ 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഇതും കൂടെ ഒന്ന് ചട്നി ജാറിലിട്ടിട്ട് വെള്ളം ഒഴിക്കാതെ പൊടിച്ചെടുക്കാം. അതാണ് കേട്ടോ ആ സംഭവം. 2 വലിയ ഉള്ളിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ആവശ്യമായിട്ടുണ്ട്. നമ്മൾ ആദ്യം തന്നെ 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചെമ്മീൻ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ ചെമ്മീൻ ഇട്ട് കൊടുക്കുക. പിന്നെ മീഡിയം ഫ്ലെയിമിലിട്ടേക്ക് മാറ്റിയാൽ മതി. നമുക്ക് നന്നായിട്ട് ചെമ്മീൻ ഫ്രൈ ചെയ്ത് കിട്ടും. തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കും. പിന്നെ നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്തെന്ന് വെച്ചാൽ 2 വലിയ ഉള്ളിയും 2 വലിയ തണ്ട് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതും കൂടെ ഒന്ന് നന്നായിട്ട് മൊരിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ചെമ്മീനും ഉള്ളിയും ഒക്കെ മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരും. ഈ ഉള്ളി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിലിടാം. പെട്ടെന്ന് ഉള്ളി കരിഞ്ഞു പോകും. മസാല ഉണ്ട്, അതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് ആയിട്ട് നമ്മൾ സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആയ തേങ്ങയും പെരിഞ്ജീരകം പച്ചമുളകുള്ള ആ മിക്സും കൂടെ അതിലിട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലിട്ടിട്ട് അതും കൂടെ ഒന്ന് മുരിച്ചെടുക്കുക. ആയി കിട്ടും. കുറേ സമയമൊന്നും വേണ്ട. അപ്പം അടിപൊളി ടേസ്റ്റാണ്. മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഞാൻ വെറുതെ പറയല്ല, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അറ്റ് ലാസ്റ്റ് ഞാനത് പ്ലേറ്റിലേക്ക് മാറ്റിയതാണ്. സത്യം പറഞ്ഞാലില്ലേ, പുളിശ്ശേരി ആവശ്യമൊന്നുമില്ല ഇതിന്. ഞാൻ അങ്ങനെ കഴിച്ചതെന്ന് വെച്ചാൽ പുളിശ്ശേരിയും ചോറും വേറെ തന്നെ കഴിച്ചു, ചെമ്മീൻ ഫ്രൈയും ചോറും വേറെ തന്നെ കഴിച്ചു. അങ്ങനെയാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് നോക്കിയത്. അപ്പം പൊള്ളി ടേസ്റ്റാണ്. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഞാൻ ഇതിൻ്റെ കൂടെ വറവും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. വെണ്ടക്ക വെച്ചിട്ടുള്ള വറവാണ്. അപ്പോൾ വെണ്ടക്ക എപ്പോഴും ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഒരു ഹാഫ് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പം നമുക്ക് പിന്നെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട, തക്കാളി മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ ഒരു തക്കാളീൻ്റെ വെള്ളത്തിൽ ഇത് വെണ്ടക്ക ആയി. പിന്നെ അങ്ങനെ എന്താ പറയുക, ഒരു പശപശപ്പ് ഉണ്ടാവില്ലേ, അതൊന്നും ഉണ്ടാവില്ല. ഇനിയിപ്പോൾ എനിക്ക് കുറേ ഡ്രസ്സ് മടക്കി വെക്കാനുണ്ട്. ഇന്നലത്തെ വാഷിങ് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് മടിയായപ്പോൾ ഞാനതങ്ങനെ പോലെ ഇട്ട് വെച്ചതാണ്. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കലാണ്. ഇപ്പം എന്താ പറയല്ലേ, നമ്മൾ നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ചോറ് തിന്നലാണ് കേട്ടോ. അപ്പോൾ 12:30 മണിയാകുമ്പോഴത്തേക്ക് എൻ്റെ എല്ലാ പണിയും കഴിഞ്ഞു. നമ്മൾ ഒരു 1:30 മണിയാകുമ്പോഴത്തേക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ കുളിച്ച് മാറിയ ഡ്രസ്സൊക്കെ ഞാൻ വാഷിങ്ങിന് ഇട്ടിട്ടാണ് ചോറ് തിന്നാനിരുന്നത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു. പിന്നെ കിച്ചണൊക്കെ തുടച്ച് ക്ലീൻ ചെയ്തതാണ്. എന്നാലും പാത്രമൊക്കെ കഴുകി വെക്കുമ്പോൾ അവിടെയൊക്കെ വെള്ളമായി. പിന്നെ തുടച്ചു, ഡ്രസ്സ് വെയിലത്ത് ഉണങ്ങാനിട്ടു. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ, അസ്സലാമു അലൈക്കും.